അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെനിക്കറിയാം. ബന്ധപ്പെട്ട് CPI നേരത്തെ നിലപാടെടുത്തിരുന്നു. അതിൽ നിന്നും ഏതെങ്കിലും സാഹചര്യത്തിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? മാറ്റേണ്ട കാര്യം എന്താണ്? PMC എന്ന് പറയുന്നാൽ അതിൻ്റെ ആത്മാവ് NEP ആണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. അത് വിദ്യാഭ്യാസ രംഗത്തെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് NEP. ആ NEPയുമായിട്ട് ബന്ധിതമാണ് PMC എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് CPIM എതിർക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തികളും എതിർക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മതേതര ബോധമുള്ള മനുഷ്യരും എതിർക്കുന്നത്. അങ്ങനെ ഒന്നിനെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. പക്ഷേ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 1500 കോടി സംസ്ഥാനത്ത് കിട്ടേണ്ട പദ്ധതിയാണെന്നാണ്. ഞാൻ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബേബിയുടെ പ്രസ്താവന ഞാൻ കേട്ടു. സഖാവ് ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. ആ നിലപാടിനെ CPI പിന്താങ്ങുന്നു. ഇന്നലെ MV ഗോവിന്ദനെ ഇത് ചോദിച്ചപ്പോൾ എന്ത് CPI എന്ന് ചോദിച്ചു. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുച്ഛവും പരിഹാസം നൽകുന്ന പരിഗണന ഇത് ഉചിതമാണോ? ഗോവിന്ദ മാഷിനെ ചോദിക്കാൻ വഴിയില്ല. ചോദിക്കാൻ വഴി ഞാൻ കേട്ടില്ല, കണ്ടില്ല. ചോദിക്കാൻ വഴിയില്ല. ചോദിച്ചാൽ എന്താണ് CPIയുടെ മറുപടി എന്നുള്ളത്? ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെനിക്കറിയാം. അതുകൊണ്ട് CPIMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ രാഷ്ട്രീയ ആശയ നിലവാരത്തിൽ നിരക്കാത്ത ചോദ്യം ഗോവിന്ദ മാഷ് ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. CPI പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ PMC നടപ്പാക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ഘട്ടത്തിൽ? അല്ലാതെ ജനറൽ സെക്രട്ടറിയല്ല CPIMൻ്റെ സഖാവ് ബേബി. അദ്ദേഹം പറഞ്ഞു അത് ബേബിയുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ CPIക്കുള്ളത്. CPIക്കും CPIMനുമല്ല ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത്. ആ കാഴ്ചപ്പാട് NEP എന്ന് പറയുന്ന RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ്. പക്ഷേ മന്ത്രിസഭയിൽ മന്ത്രിമാർ പറയുന്നത് അതിനൊരു വ്യക്തത വേണം. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫണ്ടും NEPയുമായിട്ട് ബന്ധമാണ്. NEPയുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല PMCയുടെ ഉള്ളടക്കം വിശദമാക്കുന്ന എല്ലാ കുറിപ്പുകളിലും കാണുന്നുണ്ട് 6 പില്ലേഴ്സിനെ പറ്റി. 6 പില്ലേഴ്സ്. ആ പില്ലേഴ്സിൽ ഒന്നാമത്തെ പില്ലർ ഇതാണ് NEP. അപ്പോൾ RSS തന്നെ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാനാണ് CPI മുന്നോട്ട് പോകുന്നത്. CPI മുന്നോട്ട് പോകില്ല. CPM RSSനെ ചെറുക്കുന്ന, ആശയപരമായും രാഷ്ട്രീയമായും എതിർക്കുന്ന ഇന്ത്യയിലെ ലെഫ്റ്റിൻ്റെ മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPI പോലെ തന്നെ. അതുകൊണ്ട് CPM ഒരു RSS പരിപാടിയെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല.